ആദില നൂറ വിഷയത്തിൽ നടക്കുന്ന ഒരു കോൺട്രവേഴ്സി മിക്കവാറും എല്ലാവരും എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ അധികം എനിക്ക് കമൻസ് വന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഗഹനമായ പഠനത്തിൽ ഇറങ്ങിയത് എന്താണ് നടന്നതെന്ന്. വാസ്തവത്തിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇത് എന്താണ് ഈ നടക്കുന്നത്, എന്താ ഇത് എന്ന് തോന്നിയിരുന്നു. ബേസിക്കലി ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. മതത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ പേര് വന്ന് പറയും ഇസ്ലാം മതത്തിൽ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. നാദിറ മെഹറിനൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യല്ലേ? ആഷി ജാസി ഇവരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? കൊന്നോ, കുത്തിയോ, വെട്ടിയോ, എന്തെങ്കിലും ചെയ്തോ? അവരവിടെ നിൽക്കല്ലേ. അപ്പം പിന്നെ എങ്ങനെയാണ് നൂറയും ആദിലയും മാതാപിതാക്കൾ കൊന്നു എന്ന് പറയുക, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുക? വർഷങ്ങളായി കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കുഞ്ഞാണ് നൂറ. ആ കുട്ടീനെ കൊല്ലാൻ ആ ഉമ്മ ശ്രമിച്ചു എന്ന് പറയുന്നത് ഹറാം പറഞ്ഞതായതുകൊണ്ടല്ലേ? ഇത്തരത്തിൽ ഹറാത്തിലെ വർത്തമാനം വേറെ ആരുടെയെങ്കിലും നാക്കിൽ വരുമോ? ആ കുട്ടി തന്നെ ബിഗ് ബോസിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഒപ്പം ഇങ്ങനെ നോക്കി, അങ്ങനെ നോക്കി എന്നൊക്കെ. ആരൊക്കെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടുമെന്നാണോ വിചാരിക്കുന്നത് രണ്ടാളും? ഇവർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് എന്നെ അവർ സെക്ഷൽ അബ്യൂസ് ചെയ്തു, എന്നെ ഇവർ സെക്ഷൽ അബ്യൂസ് ചെയ്തത്. അതെന്താണ് ഈ എക്സ് മുസ്ലിംസിനെ എല്ലാവരും ഒന്ന് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത്? വേറെ ആർക്കും ഇല്ലാത്തൊരു അബ്യൂസ് എത്താ നിങ്ങൾക്ക് മാത്രം വരുന്നത്? ഇവിടെ ചെറിയ പ്രായത്തിലാണ് നിങ്ങൾക്കത് സംഭവിച്ചതെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെതിരെ കേസ് കൊടുക്കാം. അത് എക്സ് ആയതുകൊണ്ടോ വൈ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ശ്രദ്ധക്കുറവോ അല്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള സാമൂഹ്യ ദ്രോഹികൾ ഉള്ളത് കൊണ്ടാണ്. വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നാട് നീളെ നടന്ന് ഇന്റർവ്യൂവിൽ കുരക്കിയല്ല വേണ്ടത്, ആക്ഷൻ എടുക്കണം. അപ്പനെതിരെ കേസ് കൊടുക്കാൻ ആദില തയ്യാറാണോ? ആദില ചെയ്യില്ല. എന്തുകൊണ്ടാ? തോറ്റു. കാരണം അങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നിട്ടില്ല. ഇനിയും മണ്ടരായി ഇവരെ വിശ്വസിച്ച് ഇവർക്ക് വേണ്ടി വായ്ത്താളടിക്കുന്ന കുറേ വ്യക്തികളെ കണ്ടു. അതിലൊരുത്തിയാണ് ഇത്. കേൾക്കാം. അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യണ്ടേ? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ, മരിക്കണോ? വീട്ടുകാർ കൊല്ലുന്നു പറഞ്ഞു. സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നത് അനുസരിച്ച് താല്പര്യമില്ലാതെ കല്യാണം കഴിച്ച് എങ്ങോട്ട് രണ്ടുപേരുടെയും ജീവിതം തൊലച്ച് നടക്കണോ? എനിക്കത് ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട്. പൈസക്കാരുടെ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇനി എനിക്ക് ഇങ്ങനെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല, ഒരാളും അല്ല. പക്ഷെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്ര പറയാനോ? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്തത് കൊണ്ടാണോ ഈ ഫൈസൽ എന്ന് പറയുന്ന ആള് അവിടെ ബാക്കിയുള്ളവരെ ക്ഷണിച്ചത്? ഇവിടെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യനായിട്ട് കണ്ടു തന്നെയാണ് ക്ഷണിച്ചത്. പക്ഷെ ഇവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പറ്റം ആൾക്കാർ ഇവർക്ക് എഗൻസ്റ്റ് ആകും എന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണ്. പലരുടെയും വീഡിയോസ് കണ്ടു. പലരും പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടയാണ്. എന്ത് കമ്മ്യൂണിറ്റി? ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പെൺകുട്ടികളൊക്കെ അംഗീകരിക്കുന്നില്ലേ, അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? സൂര്യയുടെ കൂടെയുള്ളത് ഇഷാൻ അംഗീകരിച്ചിട്ടില്ലേ? ആ കുടുംബം സൂര്യ ഏറ്റെടുത്തില്ലേ? എന്താണ് നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഉള്ള കടി? മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നതാണ്. രണ്ട് പെൺകുട്ടികൾ, അതിൽ ഒരു പെൺകുട്ടിക്ക് സോക്കേടില്ല എന്ന് തെളിവായ കാര്യമാണ്. ആ കുട്ടി ഹോമോസെക്ഷലാണ് എന്ന് വെച്ചാൽ മറ്റു ആണുങ്ങളുമായിട്ടും ഒക്കെ സഹകരണം ഉണ്ടാവും. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു ചിന്താധാര ഉണ്ടെങ്കിൽ അവളൊരു ലെസ്ബിയൻ ആയിട്ട് പോയി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആവുമോ? ഇന്ന് ഈ കുട്ടികൾ അനുഭവിച്ച അപമാനം കാലങ്ങളായി ആ ഉമ്മായും വാപ്പായും അനുഭവിക്കുകയാണ്. അവർക്കെന്താ ജീവിതമില്ലേ? ഇവക്ക് ഇളയത്തുങ്ങളുണ്ട്, അതുങ്ങൾക്ക് ജീവിതമുണ്ടോ? അതുങ്ങളെ കെട്ടിച്ചു കൊടുക്കണ്ടേ? അതുങ്ങൾക്ക് എവിടെയെങ്കിലും കയറി പോകണ്ടേ? അതെന്താ അവരെ ആരും ഒന്നും പറയുന്നില്ലെന്നാണോ? അവിടെ നിന്നൊന്നും ഷൂട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണോ? പിന്നെ ഇവളും മറ്റേ ബിഗ് ബോസിനകത്ത് ഒരു പെണ്ണിൻ്റെ അടുത്ത് ക്രഷ് എന്ന് പറഞ്ഞിട്ട് പോയതല്ലായിരുന്നു? ഇവളെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റണമെന്ന് പറഞ്ഞാണ് ക്രഷും കൊണ്ട് കിടക്കുകയാണ്. ചുമ്മാ ഇരിക്കുന്ന പെമ്പിള്ളേരെയും കൂടെ വഴിതെറ്റിക്കുന്നതല്ലേ ഇവളുമാരെ പരിപാടി? ഇവളെ പോലെ പ്രാന്തുള്ളതിനെ കെട്ടണം. ഇപ്പൊ ആദിലേക്ക് വേണമെങ്കിൽ ഇവള് റസ്മിനെ കെട്ടിക്കോട്ടെ, കുഴപ്പമില്ല. എന്തിനാ നൂറ? അവിടെയല്ലേ പ്രശ്നം? ഇനി തർക്കത്തിനായി ഇവറ്റുകൾ വന്ന് എന്നെ കിടന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. കണ്ടത് നമ്മൾ പറയുക തന്നെ ചെയ്യും. പിന്നെ അയാൾ പറഞ്ഞ ഒരു കാര്യം മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ വന്നതെന്ന്. ചിലപ്പോൾ ഇൻവിറ്റേഷൻ കൊടുത്തവർക്ക് ഇടയിൽ ഇവരെ എല്ലാം ക്ഷണിച്ചപ്പോൾ അവരെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ടാവും. ഇനി പുള്ളി ഡയറക്റ്റ് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യണം. അത് മിസ്റ്റേക്ക് എന്ന് തന്നെ പറയണോടോ, അല്ലാണ്ട് ഇങ്ങനെയല്ല എഴുതേണ്ടത്. പിന്നെ അത് പുക്കി. കാരണം ഇൻവിറ്റേഷൻ വിളിച്ചതിൻ്റെ റെക്കോർഡോ മറ്റോ അവർ കൊണ്ടുവന്നിട്ട് ഇയാൾ നാറുമല്ലോ. നിങ്ങളത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കണം. നിങ്ങൾ ഈ ധൈര്യം ഫേസ്ബുക്കിൽ കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടെ പറയാനുള്ള ധൈര്യം കാണിക്കണം. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വ്യക്തമായി അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് കാര്യമെന്ന്? മാതാപിതാക്കളെ സ്നേഹിക്കാതെ മാതാപിതാക്കൾക്കെതിരെ നിരന്തരം വീഡിയോ ഇടുന്ന, മാതാപിതാക്കളെ അവഹേളിക്കുന്ന ഈ കുട്ടികളെ ഞാൻ അംഗീകരിച്ചാൽ അത് സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു വേറെ രീതിയിലുള്ള മെസ്സേജ് ആണ് എന്ന് വ്യക്തമായി അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ് കറക്റ്റ്, അതാണ് കൃത്യം. മാതാപിതാക്കളെയാണ് അഡ്രസ്സ് ചെയ്തത്. അല്ലാതെ ഈ കമ്മ്യൂണിറ്റി അയാൾ അവഹേളിച്ചെങ്കിൽ നാദിറ മെഹറിന് അവിടെ വരില്ല. നീ വരൂലല്ലോടി, നിന്നെ അവിടെ കയറ്റൂലല്ലോടി. നിന്നെ എന്തിനാ അവിടെ കയറ്റിയത്? നീയും ആ കാറ്റഗറിയിലുള്ളതല്ലേ. എന്താ നിന്നെ വീട്ടിൽ കയറ്റിയത്? പെമ്മക്കളുള്ള വീട്ടിൽ നിന്നെയൊക്കെ കയറ്റാൻ കൊള്ളാമോ? നീയൊക്കെ അടിച്ചോണ്ട് പോകൂലേ? ഇത് ആൺകുട്ടികളെക്കാളും ഡേഞ്ചറായ ആളുകളല്ലേ നീയൊക്കെ.
ഇപ്പോൾ ഒരു ചെറുക്കൻ വന്ന് പ്രേമിച്ചിട്ട് ആണും പെണ്ണും അല്ലേ കുഴപ്പമില്ലെന്ന് വെക്കാം. നിന്റെയൊക്കെ കൂടെ വന്ന് കുട്ടികൾ അരം കഴിഞ്ഞ് ജീവിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? അത്ര പുരോഗമനമൊന്നും ഇവിടെ വന്നിട്ടില്ല. പുരോഗമനവാദികളായിട്ട് കുറെ എണ്ണം ഉണ്ടായിരിക്കുക നായ്ക്കൾ. ആ നായ്ക്കൾക്കൊപ്പം ഞങ്ങളില്ല. പുരോഗമനവാദം കുറഞ്ഞവര് തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ കുറഞ്ഞിരുന്നോട്ടെന്നേ, എന്താ ഇപ്പോൾ കുഴപ്പം? നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഇങ്ങനെ രണ്ടെണ്ണം വീട്ടിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരുടെ കൂട്ടത്തോടെ സൂയിസൈഡ് ചെയ്യണോ? ചത്തുപോണോ? അതാണോ വേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി അവഹേളിക്കണ്ടായിരുന്നല്ലോ. അതെന്താ? അവൾ വന്ന കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അവർക്ക് പറ്റൂലെന്നല്ലേ പറയണം. അവരുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ശിഖണ്ഡി ഉൾപ്പെടെ. അവർക്കത് അംഗീകരിക്കാമല്ലോ. പക്ഷേ ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് ഡേഞ്ചർ ആണെന്ന് ആ പെൺകുട്ടി പറഞ്ഞത് പ്രോപ്പറാണ്. അവർക്ക് പിന്നെ നെവിനുമായിട്ടൊരു പ്രശ്നമില്ലല്ലോ. ആ കമ്മ്യൂണിറ്റിയെ അവൻ അഡ്രസ്സ് ചെയ്യുന്നതിന് ആദിലയ്ക്കായിരുന്നല്ലോ പ്രശ്നം. വൃത്തികെട്ട കമ്മ്യൂണിറ്റി എന്നല്ലേ ആദില നെവിനെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം നിങ്ങൾ പറഞ്ഞത് തിരുത്ത്, നിങ്ങളുടെ നാക്കിന്ന് വന്നത് തിരുത്ത്, എന്നിട്ട് നാട്ടുകാരെ നെഞ്ചത്തോട്ട് കയറാം. ഇതിൽ ഒരു നാണക്കേടുമില്ല. കൃത്യമായ കണക്കായ കാര്യങ്ങളാണ് കിട്ടിയത്. ഇവരെ അടുപ്പിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് ബിഗ് ബോസ് നമ്മൾ കണ്ടതല്ലേ? ഇവരെ കൂട്ടിച്ചേർത്ത് പിടിച്ചതിന് അനിമോൾക്ക് കിട്ടിയ പണിഷ്മെന്റ് നിങ്ങൾ കണ്ടതല്ലേ? നുണച്ചി, കള്ളി, പിശാശി, എന്തൊക്കെയായിരുന്ന പെണ്ണെ വിളിച്ചത്? അതാണ് ഇതിനെന്ത് പറയും? വളർത്തു ദോഷം എന്ന് പറയും. എന്തായാലും ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാ. ഇതുങ്ങളെന്ന് വളർത്തി പാഴാക്കിയെന്നല്ല. ഇതൊക്കെ അരം പഴിഞ്ഞു പോയ നാശങ്ങളാണ്. ഇറക്കി വിട്ടു എന്നല്ലേ അവർക്ക് കേൾക്കുള്ളൂ. ആ കുടുംബം എന്ത് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ലേ? ഈ 2 പെണ്ണുങ്ങളെ മാത്രമേ നിങ്ങൾ കൺസേൺ ചെയ്യുന്നുള്ളൂ. ആ കുടുംബത്തിൽ എത്ര കുട്ടികൾ ഇനിയുണ്ട്? ആ കുഞ്ഞുങ്ങൾക്കൊക്കെ തലപൊക്കണ്ടായോ? നാണക്കേടില്ലേ ഇതിനകത്ത്? നിങ്ങൾക്കിത് നോർമലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ലതായിരിക്കും 2 പെണ്ണുങ്ങളും കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നക്കി കളിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ആ നക്കല് ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാവും. അവരതിനെ എതിർത്ത് പറയും. ഇത് ഇന്ത്യയാണ്, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ കടന്ന് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് അത് എനിക്ക് ഇഷ്ടമില്ല എന്നും എന്റെ താല്പര്യം ഇതാണെന്നും പറയാനുള്ള അവകാശം ബാക്കിയുള്ളവർക്കും ഉണ്ട്. അത് പറയും. പിന്നെ മലബാർ ഗോൾഡുകാരൻ്റെ കാര്യം, അത് അനിൽ മുഹമ്മദ് സാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അതാണ് കറക്റ്റ്, അതാണ് മറുപടി. അങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ. ഒരു സമൂഹത്തിനെ അവഹേളിക്കുകയും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അപരവൽക്കരിക്കുകയും അശ്ലീലകരമായ രീതിയിൽ ഏത് നേരവും ജിഹാദി ജിഹാദി എന്ന് വിളിക്കുന്ന ഒരു വൃത്തികെട്ടവനെ സ്വന്തം ബ്രദറായിട്ട് കൊണ്ട് നടക്കുന്ന 2 എണ്ണമാണ് ഇത്. ആരിഫ് ഹുസൈൻ ഞങ്ങളുടെ ഇക്കു ആണെന്നും ഇക്കുവിനെ വെളിയിലിറങ്ങി കാണണമെന്നും ഇവളുമാർ അതിനകത്ത് വെച്ച് പറഞ്ഞില്ലേ? എന്താണ് ആരിഫ് ഹുസൈൻ? യുക്തിവാദിയോ? ആരാണ് ആരിഫ് ഹുസൈൻ? ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിനെ ഏറ്റവും മ്ലേച്ഛമായി അവഹേളിക്കുന്നവനാണ്. ഇസ്ലാമിയരെല്ലാം തന്നെ മാതൃഭോഗികളാണെന്ന് പറഞ്ഞവനാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ സന്തോഷകരമായി സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യരെ പോലും ചേർത്ത് പിടിച്ച് അവരെയും കൂടെ ജിഹാദി എന്ന് പറഞ്ഞവനാണ്. ആ വൃത്തികെട്ട ഇവളുടെ സഹോദരനാണെങ്കിൽ അവന്റെ വീട്ടിൽ പോ. അവരെ ഇത്തരത്തിൽ ഞങ്ങൾ ഒഴിവാക്കി നിർത്തുമ്പോൾ ഞങ്ങളിൽ ഒരാളുടെ വീട്ടിൽ അവർ പോയാൽ അയാളെയും അവർക്കൊപ്പം ചേർത്ത് ഞങ്ങൾ ഇറക്കി വിടും. അത് ന്യായമാണത്. നിങ്ങൾക്ക് മാത്രം പോരല്ലോ നീതി, ഇപ്പുറത്തും വേണ്ടേ നീതി? ഇവിടെയും നീതിയുണ്ട്. നീതി പറയാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മോഹൻലാൽ ഹിംസെൽഫ് സ്വന്തം വീട്ടിൽ കൊണ്ടുവയ്ക്കുമെന്നല്ലേ പറഞ്ഞത്? അവിടെ കൊണ്ടുവച്ചേരേ, അവിടെ കൊണ്ടുവയ്ക്കേ. ഇവിടെ പറ്റത്തില്ല, അവിടെ കയറ്റാൻ ഒക്കത്തില്ലെന്ന് അയാൾ പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. അയാൾ കയറ്റിയാൽ അയാൾ കയറ്റിയാൽ നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ഇപ്പുറത്ത് നിൽക്കുന്നവർ അയാളുടെ ഒരു സാധനം വാങ്ങിക്കത്തില്ല. ഇപ്പം മനസ്സിലായില്ലേ ഇത് മാൻഡ്രേക്കുകളാണെന്ന്? കയറ്റിയ ഉടനെ അയാൾക്ക് കിട്ടിയ പണി 8ന്റെ പണി കിട്ടിയ അയാൾക്ക് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അവസ്ഥ മനസ്സിലായില്ലേ? ഇതാണ് ചേർത്ത് പിടിക്കുന്നവർക്കൊക്കെ. പിന്നെ നീ രസ്മിൻ എന്ന പെൺകുട്ടി എന്താണ് ജാസ്മിൻ ജാഫറിനോട് ചെയ്തത്? നീയൊക്കെ ഒരു കുടുംബത്തിൽ കയറിയ ആ കുടുംബം അന്തചിത്രം നശിച്ച് നാറാങ്കല്ലായി പോവും. നിന്റെയൊക്കെ പുരോഗമനവാദം കൊണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിക്കും. ജീവിതം എന്താന്ന് വെച്ചാൽ വിവാഹം കഴിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റി പറയുന്നത് അതാണല്ലോ. വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, കുടുംബം ഉണ്ടാകുക എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ ഒരു കൺസെപ്റ്റ്. അതിന് നേർ വിപരീതമായിട്ട് പെണ്ണും കൂടെ ചെയ്യുക, ആണും കൂടെ ചെയ്യുക. ഇത്തരം വൾഗാരിറ്റി ഈ കേരളത്തിൽ ഏറ്റവും കൂടുതലായി വരുന്നതിന്റെ ഒരു റീസൺ ഇവറ്റകൾക്ക് അമിതമായ സ്പേസ് കൊടുക്കുന്നതാണ്. അവർ ജീവിച്ചോട്ടെ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അത് നമ്മുടെ നെഞ്ചത്ത് കയറിയിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു വേണ്ടി വായ്ത്താളം അടിക്കുന്ന ഒരു സ്വന്തം വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നാൽ അംഗീകരിക്കുമെന്നും കൂടെ പറയണം. അതും കൂടെ പറയണം. സ്വന്തം വീട്ടിൽ ഇത്തരത്തിൽ ഒരു ഭ്രാന്തമില്ലാത്ത ഒരു പെൺകുട്ടിയെ ഇതുപോലൊരു ലെസ്ബിയൻ അടിച്ചോണ്ട് പോയാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു കൂടെ പറയണം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിവാഹത്തിനോ ഒരു ചടങ്ങിനോ ചെല്ലുമ്പോൾ ആ പേരൻസ് അനുഭവിക്കുന്ന മനോവിഷമം എന്താണ്? അവരെത്രയോ കാലമായി ഒരു ഫംഗ്ഷനിലുമില്ല, ഒരു വിവാഹത്തിനില്ല, ഒരു മരണത്തിന് ഒത്തുചേരാറില്ല, അവരെങ്ങും പോകാറില്ല, തല വെളിയിൽ കാണിക്കുന്നില്ല, അടച്ചു മൂടിയിരിക്കുന്നു. എന്നിട്ടും അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയണത് എൻ്റെ മകൾ തിരിച്ചു വന്നാൽ ഞാൻ ഏൽക്കും, ഞാൻ കൂട്ടും. തിരിച്ചുപോയി ഉമ്മാക്കും വാപ്പാക്കും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. അതിന് ആരൊക്കെ സഹായം വേണോ ചോദിക്ക്, ചെയ്തു തരാം. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് അംഗീകരിപ്പിക്കുക. എന്നിട്ട് വാ. നാദിറ മെഹറിൻ ചെയ്തല്ലോ, അവൾ അവിടെ നിർത്തിയെന്ന് അവരൊന്നും പറഞ്ഞില്ലല്ലോ. അനന്തു ചെയ്ത വീഡിയോ, അനന്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ അനന്തു തന്നെ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ആ ഫോട്ടോയും വെച്ചിട്ടുണ്ട് നാദിറയുടെ കൂടെ നിൽക്കുന്നത്. നാദിറ അയാൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്തുകൊണ്ടില്ല?
അവരെ കുടുംബം അംഗീകരിച്ചതാണ്. കാര്യം അറിയാതെ വളച്ചൊടിച്ചത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത്. കുടുംബം അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഫൈസൽ അവിടെ പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ ഇതും. കുടുംബം അംഗീകരിക്കണം. നിനക്ക് കുടുംബമില്ലേ? നീ കുടുംബത്തിൽ ഇരുന്നല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ ഇരുന്നല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പെറ്റ തള്ളയും തന്തയും തള്ളി പറഞ്ഞിട്ടുണ്ടോ? വഴക്കില്ലെന്ന് പറയത്തില്ല ഞാൻ. എല്ലാ വീടുകളിലും വഴക്കുണ്ട്. ഞാനും എൻ്റെ അമ്മയും വഴക്കുണ്ട്, എൻ്റെ അച്ഛനുമായിട്ട് വഴക്കുണ്ട്, എല്ലാവരുമായിട്ടും വഴക്കുണ്ട്. ഞാൻ എൻ്റെ മക്കളുമായിട്ടും തല്ലും പിടിയുണ്ട്. അതുകൊണ്ട് നാളെ വന്ന് ഒരു മൈക്കും എടുത്തു വെച്ച് അനൗൺസ് ചെയ്യല്ലേ, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, എന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്ന്. ഇത് അവൾ പറഞ്ഞത് മാറ്റി പറഞ്ഞത് അനന്തു തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്, അനന്തു തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണോ കണ്ണടച്ചിരുട്ടാക്കുന്നേ? എന്താണ്? ഒന്നുകിലും മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കൂ. എനിക്കിത് കണ്ടപ്പോൾ ഞാനിത് മിണ്ടാതിരുന്നതിന്റെ റീസൺ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറം പറ്റി പോകും, എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ കിട്ടിയത് അത് ഒരു മറുപടിയാണ്. അടങ്ങി എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക്, അവരവരുടെ ജോലി നോക്കി ഇരിക്കാൻ നോക്ക്. എല്ലാവരെയും കൊണ്ട് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കി കളയാന്ന് പറയരുത്. ഈ അക്സെപ്റ്റൻസ് പറഞ്ഞുകൊണ്ട് വന്നാൽ വേറൊരു സാധനം ഞാൻ എടുത്ത് പൊട്ടിക്കും. അതിനകത്തുണ്ട് നിന്റെയൊക്കെ അക്സെപ്റ്റൻസ് എന്താണെന്ന്. അതും ബിഗ് ബോസിനകത്ത് അക്സെപ്റ്റൻസ് എന്താണെന്ന് അതിന്റെ ആങ്കർ പറഞ്ഞത് എന്റെ ഇരിപ്പുണ്ട്. അത് ഞാൻ എടുത്ത് അങ്ങ് പൊട്ടിക്കും. അപ്പൊ മനസ്സിലാകും നിങ്ങൾക്ക് അവിടെ എന്തായിരുന്നു നിങ്ങളുടെ വാല്യൂ എന്ന്. ലോകത്തൊരാളും അംഗീകരിക്കത്തില്ല ഇത്തരം ചെറ്റത്തരം, ലോകത്തൊരാളും അംഗീകരിക്കത്തില്ല. ആദിലെയും നൂറയുടെയും ഉമ്മായെ വിളിക്കാൻ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ആങ്കർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവർ പറഞ്ഞത് ഇവർ രണ്ടുപേരും തെമ്മി തെറ്റി നിൽക്കുകയാണ്, ഇപ്പം വന്നാൽ വിളിച്ചോണ്ട് പോവാന്ന്. അവർ പോലും അതാണ് ആഗ്രഹിക്കുന്നത്. അനീഷ് അങ്ങനെയല്ലേ പറഞ്ഞത്, നിങ്ങൾ മാറി മാറി ജീവിക്കൂ, ഒന്നിച്ചിങ്ങനെ കിടക്കല്ലേ, ഇത് മോശമാണ് എന്ന് അവർ പറഞ്ഞില്ലേ? ആദിലെ പ്രതി അനുമോള് കേട്ടില്ലേ? അനുമോൾ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞില്ലേ? ശാരിക പറഞ്ഞില്ലേ? എത്ര പേർക്കാണ് നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട്? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേക കാറ്റഗറിയാണ്. അയ്യോ ആണ്, നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറിയാണെന്നേ. നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടങ്ങ് നിന്നോളി. നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് മിക്സപ്പ് ആവണമെന്ന് ആഗ്രഹിക്കല്ലേ? അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ അത് നിഷിദ്ധമാണ്, മനസ്സിലാക്കുക. കക്ഷത്തിയിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിയിരിക്കണം, എടുക്കണമെന്ന് രണ്ടും കൂടെ നടക്കത്തില്ല. ഏതെങ്കിലും ഒന്നിന്ന് പിടിവിട്, ഒന്നിൽ നിൽക്കി. നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം പണം കിട്ടിയല്ല, സ്വസ്ഥമായല്ല, അതുകൊണ്ട് ജീവിച്ചു പോകാനുള്ള വഴി ആലോചിക്കുക. ഈ പേക്കൂത്ത് കാണിച്ച ആളുകളെ വെല്ലുവിളിക്കരുത്. ആ വെല്ലുവിളിയൊന്നും ഇവിടെ എടുക്കൂല. ഇനി വീടുകളിൽ കയറുന്ന കാര്യം, അനുമോളുടെ വീട്ടിൽ പോയി കയറുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. അന്ന് തീർന്ന അനുവിന്റെ A to Z കാര്യങ്ങളും എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങും. കാരണം അനുമോൾ അതിനകത്ത് അനുഭവിച്ചപ്പോൾ പുറത്തു നിന്ന് അമ്മമാർ അത്രത്തോളം വേദനിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങൾ അതിനകത്ത് കിടന്ന് കാണിച്ച പേക്കൂത്തുകൾ. ഇവരെ അടുപ്പിച്ചാലുള്ള കുഴപ്പം ഇതാണ്. മെന്റലി ഡിസോർഡർ ആണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ? സ്വന്തം പെറ്റുമായേയും പോറ്റുമായേയും ഒക്കെ പച്ചത്തെറി പറയണതാണോ നല്ല കാര്യം? അവരുടെ കയ്യിലുണ്ട് എവിഡൻസ്. അനന്തുവിന് അത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ആ പെറ്റ തള്ളയെ ഈ ആദിലെ വിളിക്കുന്ന തെറി. നിന്റെ ഉമ്മായെ ഒരാള് വിളിച്ച് ഇമ്മാതിരി തെറി വിളിച്ചാൽ നീ തിരിച്ചെങ്ങനെ റിയാക്ട് ചെയ്യുമടോ? അത് തന്നെയാണ് അവർ റിയാക്ട് ചെയ്തത്. അവർ റിയാക്ട് ചെയ്യത്തില്ലേ? നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് എന്ത് പറയും? കാമപ്രാന്താണോടി, പഠിക്കാൻ വിട്ടാ പഠിച്ചൂടെ എന്ന് ചോദിക്കും. അതുകൊണ്ട് നാളെ ഒരു മൈക്ക് കിട്ടി ഉടനെ വന്നിരുന്നോണ്ട് പറയോ എൻ്റെ അമ്മ ചോദിച്ചു എൻ്റെ അടുത്ത് കാമപ്രാന്താണോ എന്ന് ചോദിക്കോ? ഉണ്ടോ? കോമൺ സെൻസ് ഉപയോഗിക്കുക. നിങ്ങൾ ഇതുകൊണ്ട് ചിന്തിക്കുന്നു, മനസ്സിലായില്ലേ? നിങ്ങൾ നാട്ടുകാരെന്ത് പറയണം, അതായത് ഒഴുക്കിനൊത്ത് നിങ്ങൾ നീന്തി പോകണം. ഒഴുക്കിനെതിരെ ഒരു പ്രാവശ്യം ഒന്ന് നീന്തി നോക്കുക, അപ്പം മനസ്സിലാവും എൻ്റെ ടഫ് എന്താണെന്ന്. അത്രത്തോളം ബുദ്ധിമുട്ടാണതെന്ന്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രണ്ട് ഭാഗവും കേട്ടിട്ട് നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഞാനുണ്ടാവും പറയാനായിട്ട്. കാരണം ഞാനിത് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. ഈ കുട്ടികൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആരിഫ് ഹുസൈനുമായി ഇവർക്ക് കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായ ഒരാളും ഇവരെ അടുപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരിഫ് ഹുസൈൻ ആരാണ്? സംഘികളുടെ നാവായി നിന്നുകൊണ്ട് ഇസ്ലാം മതവിശ്വാസത്തിനെ ഹനിക്കുന്ന, മോശപ്പെടുത്തുന്ന, ഏറ്റവും വൾഗറായി സംസാരിക്കുന്ന വൃത്തികെട്ട നരാധമനാണ് അവൻ. ജിഹാദികളാണെന്ന് ഇസ്ലാം മതവിശ്വാസികളെ ഒന്നടങ്കം പറയുന്ന ഇവന്റെ ഉമ്മായെ പോലും തെറി പറയുന്നവനാണ്. അവന്റെ ഒപ്പം ചേർന്നാൽ പിന്നെ ഉമ്മായെ തെറി പറയാതെ വേറെ എന്തോന്ന് പറയാൻ? ആ മാതാപിതാക്കളായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. എൻ്റെ ഉമ്മ എങ്ങനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിളിച്ച് വിഷം തന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ജന്മം വേണ്ടാന്ന്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒരുത്തിയ കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടായോ? ബാക്കി കുഞ്ഞുങ്ങൾക്ക് ജീവിതമില്ലേ? നിങ്ങളെന്താ വൺ സൈഡഡ് ആയിട്ട് ചിന്തിക്കുന്നേ? തെറ്റിനെ തെറ്റെന്ന് പറയാൻ പഠിക്കുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യുന്നവൻ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും വായ്ത്താളം അടിക്കുന്നതല്ല അതിൻ്റെ രീതി. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും ആ സംയമനം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കരുത്. അവർ കേസ് കൊടുക്കുകയോ സ്വന്തം മക്കൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാത്ത ആ പാവങ്ങളെയാണോ നിങ്ങൾ പറയണത് കൊല്ലാൻ നോക്കിയെന്ന്? ആരിഫ് ഹുസൈൻ പറയുന്നതാണോ കഥ? ആരിഫ് ഹുസൈൻ സ്വന്തം മാതാവിനെ പറഞ്ഞത് എന്താണ്? ആരാണവൻ? അവൻ ഇക്കുവാണ്. ആ ഇക്കുവിന്റെ മടി പോയി ഇരിക്കാൻ പറ രണ്ടെണ്ണത്തിന്, രണ്ട് പെങ്ങളുട്ടികളെ. ഇവളെ വിശ്വസിച്ച് ഇവളുമാരെ വിശ്വസിച്ചതിന് ഷാനവാസിന് എന്ത് കിട്ടി? ബിഗ് ബോസ് വിന്നറായിരുന്നു ഷാനവാസ്. വിന്നർ ആകേണ്ടവനായിരുന്നു ഷാനവാസ്. അവൻ എങ്ങനെ താഴെ വന്നു? അവൻ ഈ പെണ്ണുങ്ങളെ തൂക്കി തലയെ വെച്ച ഒരൊറ്റ കാരണമാണ് ഷാനവാസ് താഴെ വന്നത്. അല്ലെങ്കിൽ അവനായിരുന്നു വിന്നർ. അവനെ ബോധം അതിനകത്തിൽ എപ്പം വന്നപ്പോഴാണ് അണ്ണാക്കി പിരിവെട്ടി കയറിയിരിക്കുന്നത്. എന്താണെന്ന് ചിന്തിക്കണം, കുറച്ചൊക്കെ ചിന്തിക്കണം. അതിനകത്ത് വെച്ച് അവളുമാര് എടുത്തു പറഞ്ഞൊരു കാര്യം ആരിഫ് ഹുസൈൻ എൻ്റെ ചേട്ടനാണ് എന്നാണ്. തന്നെ ആരിഫ് ഹുസൈനും വന്നിരുന്നു അവർക്ക് വേണ്ടി വായ്ത്താളം പറഞ്ഞു. ഉണ്ടോ?
ഉണ്ട്. അവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആരിഫ് ഹുസൈൻ. അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടികളുടെ ഉമ്മായും വാപ്പയും ഇവരെ കൊല്ലാൻ നോക്കി കൊട്ടേഷൻ കൊടുത്തെന്ന്. എത്ര നേരം വേണോടെ ഇതുങ്ങളെ കൊല്ലായി? എത്ര നേരം വേണം? ആർക്ക്? ഇവരെ കൊന്നെന്തോന്ന് കിട്ടാൻ? എന്നിട്ടൊരു കമ്മ്യൂണിറ്റി അവഹേളിക്കാനാ? ഇവിടെ നബിയെ തെറി വിളിച്ചാർക്ക് കഴുത്ത് വെട്ടുന്നില്ല. ഇതൊക്കെ ഒരു സമയത്ത് കുറെ തീവ്രവാദികൾ ഒരുമാതിരിയൊക്കെ ചിന്തിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ മന്ദബുദ്ധികൾ ആരുമില്ല. ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് സിനിമാ ഫീൽഡിലുള്ളത്. നസ്രിയയില്ലേ, എത്ര പേരുണ്ട്? ആരെങ്കിലും വിലക്കുന്നുണ്ടോ? പിന്നെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല, ചില കമന്റ്സ് ഒക്കെ വരും, അത്രയേ ഉള്ളൂ. അവരെ കുടുംബത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? കുടുംബം വിട്ട് പുറത്തേക്ക് വന്നിട്ട് കുടുംബത്തിനെ തെറി വിളിച്ചിട്ട് നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് തോന്നിവാസമാണ്. ആ തോന്നിവാസം അംഗീകരിക്കാൻ ഞാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.